जैसे आपका स्पेशल आज क्या है शरण में? നമുക്കിന്നിപ്പോൾ ഒരു ബീഫ് കട്ട്ലറ്റ് ട്രൈ ചെയ്യാം. അപ്പോൾ ബീഫിന്റെ ഒരു 100 പേർക്കുള്ള ഒരു കട്ട്ലറ്റ് എങ്ങനെ ഉണ്ടാക്കുന്നത് അതിന്റെ റെസിപ്പിയിലോട്ട് നമുക്ക് ഇറങ്ങാം. ഫസ്റ്റ് നമുക്ക് ഇതിനകത്തോട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കണം. കുറച്ച് ഓയിൽ ഒഴിച്ച് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ഒന്ന് ചൂടാകുമ്പോൾ അതിനകത്തോട്ട് നമുക്ക് ഒന്ന് ചൂടാവട്ടെ. അതിനകത്തോട്ട് കുറച്ച് ഫെനൽ സീഡ്, ജാസ്റ്റ് സ്മാഷ് ആക്കണം. ഇത് ഫെനൽ നന്നായി പൊട്ടുന്നതിന് ശേഷം കുറച്ച് ഗാർലിക്, ചോപ്പ് ചെയ്ത ഗാർലിക് കുറച്ച് ആഡ് ചെയ്യാം. ഗാർലിക് ജിഞ്ചർ ഒന്ന് ആഡ് ചെയ്ത് അത് നന്നായി സോട്ട് ചെയ്യാം. അതാകുമ്പോൾ അതിലോട്ട് കുറച്ച് ഗ്രീൻ ചില്ലി ചോപ്പ് ചെയ്തത്, കുറച്ച് കറി ലീഫ്, കുറച്ച് ചോപ്പ് ചെയ്തിട്ടുണ്ട്, ഒനിയൻ ചോപ്പ് ചെയ്തത്, അത് കുറച്ച് ഇതിനകത്ത് അറിയാം. ഇതൊന്ന് സോട്ടായി കിട്ടാൻ വേണ്ടി കുറച്ച് സാൾട്ട് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് സോട്ടായി കിട്ടും. പിന്നെ വെള്ളത്തിന്റെ അംശമൊക്കെ ഒന്ന് പോയി കിട്ടും. ആ ഒരു ഫ്ലേവർ കറക്റ്റായിട്ട് വരുള്ളൂ. വെള്ളത്തിന്റെ അംശം മൊത്തം പോയി ഒരു ഗോൾഡൻ കളർ ആവുന്ന വരെ സോട്ടാക്കാം. ഇതിൽ നമുക്ക് മസാലകൾ ആഡ് ചെയ്യാം. കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ, കുറച്ച് ടർമറിക് പൗഡർ, കുറച്ച് കൊറിയാണ്ടർ പൗഡർ, ജീര പൗഡർ, ഫെനൽ പൗഡർ, ഗരം മസാല, മീറ്റ് മസാല, കരി. ഇത് സ്ലോ ഫയറിൽ സോട്ട് ചെയ്തെടുക്കാം. മസാലന്റെ പച്ചക്കുത്ത് പോകുന്നവരെ ഒന്ന് സോട്ട് ചെയ്തെടുത്താൽ മതി. ഏകദേശം പച്ചക്കുത്ത് പോയിട്ടുണ്ട് മസാലയുടെ. നമുക്ക് ബോയിൽ ചെയ്തിട്ട് സ്മാഷ് ചെയ്ത് വെച്ചിരുന്ന പൊട്ടറ്റോ അറിയാം. ഇതിലോട്ട് നമ്മൾ ബീഫ് ബോയിൽ ചെയ്ത് വെച്ച് ജസ്റ്റ് ഫ്രഷ് ആക്കി മിക്സിന്റെ ജാറിലിട്ട് അത് കുറച്ച് ആഡ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കും. ബീഫ് ബോയിൽ ചെയ്ത സമയത്ത് കുറച്ച് സ്റ്റോക്ക് മാറ്റി വെച്ചായിരുന്നേ, അത് കുറച്ചൊന്ന് ആഡ് ചെയ്ത് കൊടുക്കും. അതൊന്ന് മിക്സ് ആയി കിട്ടാൻ വേണ്ടി മാത്രം കുറച്ച് ആഡ് ചെയ്യാൻ പാടുള്ളൂ. ഒരുപാട് വെള്ളം ഒഴിച്ച് സ്റ്റോക്ക് വെച്ച് കഴിഞ്ഞാൽ വെള്ളം പോലെ കുറച്ച് ആഡ് ചെയ്യാം. ബ്രെഡ് ക്രംസ് ആഡ് ചെയ്യാം കേട്ടോ. നമ്മൾ കുറച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ബ്രെഡ് ക്രംസ്, അപ്പൊ അതൊന്നും ആഡ് ചെയ്യാം. ആഡ് ചെയ്തതിനു ശേഷം നന്നായി ഇളക്കി യോജിപ്പിച്ച് കുറച്ച് കൊറിയാണ്ടർ ലീഫ് ചോപ്പ് ചെയ്ത്. ഏകദേശം നമ്മുടെ കട്ട്ലറ്റിന്റെ മസാല റെഡി ആയിട്ടുണ്ട്. എങ്ങനെയാണ് അതിന്റെ മറ്റേ കട്ട്ലറ്റ് ഉണ്ടാക്കിയെടുക്കുന്നത് എന്നുള്ളത് കൂടി കാണാം. കട്ട്ലറ്റിന്റെ മസാല എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനൊരു 6 മുട്ട നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. മസാലക്കായിട്ട് എഗ്ഗ് ബീറ്റ് ചെയ്ത് വെച്ചിട്ട് കുറച്ച് ബ്രെഡ് ക്രംസ് വെക്കണം. ഇത് എങ്ങനെ ആക്കുന്നത് നോക്കാം. ഒരു ആവറേജ് സൈസിൽ ബോൾ പിടിക്കുക. ഇത് കട്ട്ലറ്റിന്റെ മോൾഡാണ് കേട്ടോ. ഇങ്ങനെ അഴിക്കാൻ പറ്റുന്ന ടൈപ്പുള്ള ഒരു മോൾഡാണ്. കുറച്ച് ബ്രെഡ് ക്രംസ്, ഇലയിൽ കുറച്ച് ബ്രെഡ് ക്രംസ് ആഡ് ചെയ്യുക. കുറച്ച് ഇതിലും കുറച്ച് ബ്രെഡ് ക്രംസ് ഇട്ടിട്ട് ഇതിനകത്ത് ഇടുക. ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇങ്ങനെയാവും. ഇതിനാക്കി ആ മോൾഡിൽ നിന്ന് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഷേപ്പ് കിട്ടും. അത് ജസ്റ്റ് ഒന്ന് എഗ്ഗിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കുക. വേറെ ക്രംസിലൊന്ന് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആയി.